അമ്മ ആൽത്തറ ഭാഗത്തേക്ക് നീ എന്തിനാ കഴിഞ്ഞാഴ്ച പോയത്? അമ്മ പ്ലഗ് അത് തിരിച്ചു. ഞാൻ ചോദിച്ചതിന് ആദ്യ ഉത്തരം പറ. നീ എന്നോട് പറയാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആൽത്തറ ഭാഗത്തേക്ക് പോയിരുന്നോന്ന്. എനിക്കെന്താ അവിടെ വല്ല വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സത്യം പറ. നീ പിന്നെ ആ ചെക്കനുമായി വല്ല അടിയുണ്ടാക്കിയോ? എടാ നിന്നോടാ. ചൂടാവണ്ട, ഞാനല്ല, അയാളാ തുടങ്ങിയത്. ആ ജംഗ്ഷൻ്റെ അവിടെ വെച്ച് എൻ്റെ സൈക്കിൾ അയാളുടെ ബൈക്കും പറഞ്ഞു എന്ന് പറഞ്ഞു. വേണ്ടാത്ത പറഞ്ഞ് എന്നെ സൈക്കിളിൽ നിന്ന് പിടിച്ച് തള്ളി താഴിട്ടു. അമ്മ ഇങ്ങനെ എല്ലാത്തിനും എൻ്റെ പുറകെ നടക്കണ്ട. എനിക്കറിയാം എന്താ വേണ്ടത്. ആരെങ്ങോട്ട് ഇന്ന് നിന്റെ അഡ്മിഷൻ അല്ലേ? നീ മര്യാദയ്ക്ക് ഫയൽസും സർട്ടിഫിക്കറ്റും ആയിട്ട് ഇറങ്ങ്. ബാക്കി നമുക്ക് വൈകിട്ട് സംസാരിക്കാം. നിന്നോടാ വിച്ചു. ബഹളം വെക്കണ്ട, ഇറങ്ങാണ് പോരെ. ഇനി മേലോല ചെക്കന്റെ വീടിന്റെ പരിസരത്തേക്ക് പോയേക്കരുത്, കേട്ടല്ലോ? കേട്ടോന്ന്. കേട്ടു. അഡ്മിഷന്റെ DD എടുത്തോ? പോകുന്ന വഴിക്ക് എടുത്തോളാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്ത് ചെയ്യാനല്ലേ? കുറച്ചു നാളായി ആ ചെക്കനെ കുറിച്ച് കേൾക്കാത്തോണ്ട് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പതേ അവൻ പിന്നെ ഓരോന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നേക്കുന്നു. ലതേ, അവര് വെട്ടും കുത്തും കൊലപാതകമൊക്കെ ആയിട്ട് നടക്കുന്ന കൂട്ടങ്ങളാണേ. ആര്? ആരോക്കോയോ? ആ ആട്ടെ, മോൻ ഏത് കോളേജിലേ ചേർന്നിരിക്കുന്നേ? ഇവിടെ വേദവ്യാസ കോളേജില്. അവനെ എത്ര നല്ല കോളേജുകളിൽ നിന്നാ വിളി വന്നേന്നറിയോ? പക്ഷെ അവൻ ഇവിടെ നിന്നും വിട്ടു പോവണ്ടായിരുന്നു. അല്ല ചേച്ചി, ഏത് കോളേജെന്നാ പറഞ്ഞേ? വേദവ്യാസ കോളേജ്. ചേച്ചി അവിടെയായി റോക്കോയും പഠിക്കുന്നത്. പ്ലീസ് കണക്ട് മീ വിത്ത് കേണൽ സുകുമാരൻ. അല്ലല്ലേ, ബാലുവിന് ഇതറിയാൻ വഴിയില്ല. ഇവൻ അവനെയും പറ്റിച്ചായിരിക്കും അവിടെ ചേർത്തത്. എന്താടാ അത്ര ഗൗരവം? അമ്പലത്തിലൊക്കെ പോയാ? അതെ, ഇന്ന് ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുന്ന ദിവസമാണ്. അല്പമൊക്കെ സന്തോഷവും കുറച്ചൊക്കെ സമാധാനവും അല്പനേരത്തേക്ക് ഉള്ളതെന്നറിയാം. അതങ്ങനെ നിന്നോട്ടെ, നശിപ്പിക്കരുത്. ഇതെന്താ? സോറി വേണം. സോറി ബാലു, സോറിയേ. എനിക്കൊരു അത്യാവശ്യ കാര്യം നിന്നോട് പറയാനുണ്ട്. നമ്മളീ പോണ കോളേജില്ലേ? ഹലോ, പേടിപ്പിക്കാതെ വന്നോടെ. പേടിച്ചാ വന്നോ? വന്നു. നീ എന്താടാ ഇങ്ങനെ? ഇതൊരു ബാങ്കാണ്, ആ ഒരു മര്യാദയിലേക്ക് ഒന്ന് പെരുമാറും. മഞ്ജു ഇതെവിടെ? ആരാ നിന്റെ മഞ്ജു? ചൂടാവല്ലേ, ഇതൊരു ബാങ്കല്ലേ. എടാ, നിനക്ക് പറ്റുമെങ്കിൽ കുറച്ച് മാസത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ തോട്ട് അവനോട് സംസാരിക്കാം. ഞാൻ മഞ്ജു, മഞ്ചേഷ്, ഇവൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി. ഞാനാരും നിന്റെ അടിമയെ. അളിയാ പ്ലീസ്. മാഡം പെട്ടെന്ന് കിട്ടത്തില്ലേ? അത് കുറച്ച് സമയം എടുക്കും. 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. അതിനുള്ള ഇവിടെ വെയിറ്റ്. ഇനി ഇതൊന്നും അവനോട് പറഞ്ഞേക്ക്. ഞാനാ ഇത് വെച്ചോ പ്ലീസ്. ഞാൻ ഇങ്ങനെ പോ. അതെ, ബാങ്കാണ്. ഇനി DD ആവശ്യമില്ല. ഇത് അവൻ പഠിക്കുന്ന കോളേജ് എന്താണ് പറയുന്നത്? പിടിവിട്. ഇവിടെ ഒരു ഗുണ്ടയോടെ കളിക്കുന്ന ബോധം നിനക്കുണ്ടോ? പിടിവിട്. പറഞ്ഞാ നീ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നോണ്ടോ പറയാതിരുന്നു. ആളുകൾ നോക്കുന്നു. നീയല്ലേ നാണക്കേടിന്റെ ആള്? എന്തൊരു പവറാടാ നിനക്ക്. എടാ, നീയും കൂടി വിചാരിച്ചാൽ നമുക്ക് ഒരുമിച്ച് തീർക്കാവുന്നുള്ളൂ ആ റോക്കോയെ. നീ നടങ്ങ്, അവ ഒന്ന് പറഞ്ഞോട്ട്. നീ എന്തിനാ ചുമ്മാ ചൂടാവുന്നത്? നിന്നോട് ആരാ പറഞ്ഞ അവൻ കൊണ്ടുവന്ന്? നിന്റെ അമ്മ. പിന്നല്ലേ താരാ? എന്റെ അമ്മയെ? എടാ, എന്റെ അമ്മയുടെ അഭിപ്രായത്തിൽ എന്റെ അച്ഛനാ ഏറ്റവും വലിയ ഗുണ്ട. ഹലോ സാവിത്രിയോ? എന്താ? ഒന്ന് നാട്ടി വരണം.
എത്രയും പെട്ടെന്ന്. വരാലോ. അല്ല, എന്താ എന്തിനാ? എടാ ഈ റോക്കോയുടെ അച്ഛനാണ് ഗുണ്ട. അവൻ വെറും ഒരു പോസ്റ്ററിംഗ് ആണ്. പോസ്റ്ററിംഗ് എന്താ ആന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നിക്കണവിടെ. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എന്താണോ? അതെ, എന്താ പ്രശ്നമെന്ന്. എടാ നിനക്കും മഞ്ജുവിനും വേണ്ട കോമേഴ്സ് ആ കോളേജിലുണ്ടോ? ഉണ്ട്. ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ട ഏതെങ്കിലും കോഴ്സ് ആ കോളേജിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ നമ്മുടെ പഠിത്തത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ റോക്കോ, എടാ അവൻ എനിക്കുള്ളൊരു ബോണസായി മാത്രം നീ കണ്ടാ മതി. നീ കൂടുതൽ ആലോചിച്ച് തലപോക്കാതെ വന്നേ. അഡ്മിഷൻ ലേറ്റ് ആയില്ലേ, ഉള്ള സീറ്റോടെ പോവും. പറഞ്ഞേക്കാം. എടാ അതെ ഞാൻ എഴുതിക്കോളാം. ബാലു, എടാ എനിക്കറിയാം. ബാലു, എടാ ഞാനിതൊന്ന് ശരിയായിട്ട് പൂരിപ്പിച്ചോട്ടെ. ഹ, ബാലു. സഹായിക്കണ്ട, ഞാൻ ചെയ്തോളാം. എടാ എന്തോന്നു ബാജു? എടാ നിന്നെ ഒറ്റ ഒരുത്തിനെ വിശ്വസിച്ചാണ് ഞാൻ ഈ ക്യാമ്പസ് സെലക്ഷൻ പോലും ഇല്ലാത്ത കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സമ്മതിച്ചത്. കുടിക്കിയപ്പോ സമാധാനമായല്ലോ. എന്നാ തോളം പൂരിപ്പിക്കും. ബാലു, എടാ ബാലു നോക്കിങ്ങോട്ട്. എടാ ഞാനൊന്ന് പറയട്ടെ. എന്തോ പറയാനാ? എടാ അവനെ പുറത്തിട്ട് അടിക്കുന്ന പോലെ അവന്റെ കോളേജിനകത്തിട്ട് അടിക്കുന്നേ. അത് മാത്രമല്ല അവൻ ഇന്നു മുതൽ നിന്റെ സീനിയറാ. സീനിയർ അല്ലേ ആയുള്ളൂ, അല്ല എന്റെ അച്ഛനൊന്നും ആയില്ലല്ലോ. ഞാൻ പറയട്ടെ. എടാ എനിക്കറിയാം നിന്റെ ടെൻഷന്റെ കാര്യം ജയലജ. പക്ഷെ ഇതുകൊണ്ട് നിനക്കൊരു ചീത്തപ്പേരുണ്ടാവില്ലെന്ന്. ദേ ഞാൻ വാക്കുവരുന്നു. ശരി, ഞാൻ ഒരു ഐഡിയ പറയാം. നോക്കിങ്ങോട്ട്. പറ. ഇന്ന് കോളേജിന് പുറത്ത് വെച്ച് ഒരു അവസാന ശ്രമം നടത്തുന്നു നിനക്ക് വേണ്ടി. എനിക്ക് എന്നാ എനിക്ക് വേണ്ടി. എന്ത് പറയുന്നു? എന്തൊരു കോടാലിയായത്. ഇന്നത്തോടെ ഇത് നിർത്തിക്കണം. തപ്പേന്ന് ചെറിയൊരടി. ഓക്കെ. എടാ അവന്റെ ടൂൾസും എല്ലാം കാണും. നേരത്തെങ്കിൽ മറ്റേ ആ സൈക്കിൾ എടുത്തു വന്നപ്പോഴായിരുന്നു. എടാ ഞാൻ ചായ പിന്നെ ഉഴുന്നോട തെളിഞ്ഞ് പരിപ്പോട ഏത്തക്കാപ്പം എല്ലാം ഉണ്ടാവണേ ഈശ്വര. ഈശ്വര അതോണേ. ചേട്ടാ ഒരു ചായ, ഒരു വട, ഒരു ഏത്തക്കാപ്പം എല്ലാം ഇവിടെ ഏത്തക്കാപ്പം മതി. ചേട്ടാ പെട്ടെന്ന്. ഭാഗ്യം കണ്ണാടി ഉണ്ട്. കേട്ടോ അതെ അടിയിലോട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സീറ്റ് മാറ്റണം. നിനക്ക് ആ കീറിയ ഭാഗം മാത്രം ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? എത്ര നേരം എടുക്കും? അതിന് 10 മിനിറ്റ്. 5 5 പെട്ടെന്നാവട്ടെ. ചേട്ടാ ഒരു ചായ. ചേട്ടാ വണ്ടി റെഡി. എടാ അപ്പൊ നീയാണല്ലോ സീറ്റ് കുത്തിക്കറിയ. കണ്ണടിതാടാ ഒരു മിനിറ്റ്.
എന്റെ ബൈക്ക് എന്റെ കണ്ണാടി തവ നിന്ന് കമന്റ് പറയാതെ കണ്ണാടി എടുക്കണം. ചേട്ടാ ചേട്ടാ മനോരമല്ലേ അമ്മ ഓടി ചേട്ടാ ഈ കണ്ണൊന്ന് പൊത്തുവോ പ്ലീസ് ചേട്ടാ കണ്ണൊന്ന് പൊത്തു വേഗം എന്റെ കണ്ണല്ലടാ ഈ മണ്ണ് മണിക്കണ്ണെ കൊണ്ട് ധൈര്യം എന്റെ വീട്ടിൽ വന്ന് പിടിക്കാൻ നോക്കടാ. നിന്നെ എടുത്തോളാം, എന്റെ അച്ഛൻ നിന്നെ എടുത്തോളാം. വണ്ടി അങ്ങനെ കോളേജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കോളേജിൽ പോയിട്ട് മാന്യമായി തല്ലാന്ന്. ഇറങ്ങ്. എങ്ങോട്ടാ? എന്താ കോളേജൊക്കെ ചെറുത്, അതിലും വലിയ പടം വീടിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ടാവും. പിന്നെ നിന്റെ വീട്ടിലെ പോലെ ഒന്നും അല്ല, ഇവിടെ ഇല്ലാത്ത മുറി വരെ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞോ? പിന്നെ വരാതെ നമുക്ക് പുറകോടെ പോവാം, വാ. ഇങ്ങനാണോ സിഗ്നൽ വരുന്നത്? ഒരു ചായയും ഇനി എന്റെ ഏത്തക്കാപ്പത്തെ കുറ്റം പറ. ഇത്രയും നല്ലൊരു സിഗ്നൽ എന്റെ അമ്മേ നിന്റെ അമ്മ. ആന്റി